നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ സ്വന്തം SBI, അവരുടെ സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ബാങ്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് ഇത്തവണ നമ്മൾ കണ്ടത്. നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ അറിയേണ്ട SBIയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ബാങ്കിന്റെ ലാഭത്തെക്കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് SBIയുടെ അറ്റാദായത്തിൽ 24% വലിയ വർധനവാണ് ഉണ്ടായത്. ഏകദേശം 21,028 കോടി രൂപയാണ് ബാങ്ക് ഈ പാദത്തിൽ ലാഭമുണ്ടാക്കിയത്. SBIയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പാദ ലാഭമാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. ബാങ്കിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സായ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം, അതായത് പലിശ വരുമാനത്തിലും മികച്ച വളർച്ച രേഖപ്പെടുത്തി. ഇത് 9% വർദ്ധിച്ച് 45,190 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. വായ്പകൾ നൽകുന്നതിലൂടെയും മറ്റും ബാങ്കിന് കൃത്യമായ ലാഭം ലഭിക്കുന്നുണ്ട് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. വായ്പകളുടെ കാര്യമെടുത്താൽ അവിടെയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കണക്കുകളാണ് ബാങ്കിന് പറയാനുള്ളത്. ബാങ്കിന്റെ മൊത്തം വായ്പകളിൽ 15% വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തിയത് ചെറുകിട ഇടത്തരം മേഖലയിലാണ്, അതായത് SME സെഗ്മെന്റിലാണ്. ഏകദേശം 21% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. റീറ്റെയിൽ വായ്പകൾ 16%, കാർഷിക വായ്പകൾ 16% വർധനവും റിപ്പോർട്ട് ചെയ്തു. ചുരുക്കത്തിൽ വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിലും തുകയിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് സാരം. ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ആസ്തികളും ഗുണമേന്മയാണ്. ഇവിടെയാണ് SBI വലിയൊരു വിജയം കൈവരിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ മൊത്തം കിട്ടാക്കടം അഥവാ ഗ്രോസ് NPA 1.57% കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 2.07% ഇത് ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് വളരെ മെച്ചപ്പെട്ടതാണെന്ന് തെളിയിക്കുന്നു. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന SBI യോനോ ആപ്പിന് മികച്ച സ്വീകരണമാണ്. ഈ പാദത്തിൽ മാത്രം ഏകദേശം 68% സേവിങ്സ് അക്കൗണ്ടുകൾ തുറന്നത് യോനോ ആപ്പ് വഴിയാണ്. കൂടാതെ ബാങ്കിന്റെ ആകെ ഇടപാടുകളുടെ 98%-ലധികം ഡിജിറ്റൽ അല്ലെങ്കിൽ ഇതര മാർഗങ്ങളിലൂടെയാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. അതായത് SBI വളരെ ശക്തമായ ഒരു നിലയിൽ തന്നെയാണ് തുടരുന്നത്. നിക്ഷേപങ്ങൾ 57 ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു. മൊത്തം ബിസിനസ് 103 ലക്ഷം കോടി രൂപ എന്ന വലിയ നേട്ടത്തിലും എത്തിയിരിക്കുന്നു. ബാങ്കിന്റെ മൂലധന ശേഷി അഥവാ ക്യാപിറ്റൽ അഡക്വസി സുരക്ഷിതമായ നിലയിലാണ്. ഓഹരി വിപണിയിലുള്ളവർക്ക് ഈ ഫലങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. വരും പാദങ്ങളിലും ഈ വളർച്ച നിലനിർത്താൻ ബാങ്കിന് സാധിക്കുമോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. SBI ഓഹരികൾ നിലവിൽ ഒരു ബുള്ളിഷ് ട്രെൻഡിലാണുള്ളത്. റെക്കോർഡ് ലാഭവും മികച്ച ആസ്തി ഗുണമേന്മയും വന്നത് വരും സെഷനുകളിൽ ഈ നേട്ടം നിലനിർത്താനുള്ള സാധ്യത ഉയർത്തുന്നുണ്ട്. ഓഹരി വില 1080 to 1100 രൂപ എന്ന റേഞ്ച് മറികടക്കുകയാണെങ്കിൽ വലിയൊരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. അതല്ല, വില താഴേക്ക് വരികയാണെങ്കിൽ 1020 മുതൽ 1040 രൂപ വരെയുള്ള മേഖല ശക്തമായ സപ്പോർട്ടായി ആക്ട് ചെയ്യും. നിലവിൽ RSI 60 to 70 റേഞ്ചിലാണെങ്കിൽ അത് ഓഹരിക്ക് നല്ല കരുത്തുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ 70-ന് മുകളിലേക്ക് പോയാൽ അത് ഓവർബോട്ട് മേഖലയിലേക്ക് കടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓഹരി വില അതിന്റെ 50-ഡേ കൂടാതെ 200-ഡേ മൂവിംഗ് ആവറേജസിന് മുകളിൽ തുടരുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ പോസിറ്റീവ് ആണ്. അതിനാൽ തിങ്കളാഴ്ച ഓഹരിയിൽ ഈ ലെവലുകൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്.